ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബിന്ദു വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ നമുക്ക് ഈ മാങ്ങയുടെ സീസൺ കഴിഞ്ഞാലും മാങ്ങാപ്പഴം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ. പണ്ടുള്ള അമ്മച്ചിമാരൊക്കെ ചെയ്തു വെക്കുന്ന ഒരു റെസിപ്പി ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാട്ടുമാങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് അടുപ്പിലേക്ക് വെച്ച് അത് ഈ വെള്ളമൊന്നും ഒഴിക്കരുത്. ചൂട് തട്ടുമ്പോൾ ആ മാങ്ങയിൽ നിന്ന് തന്നെ നമുക്ക് നീര് കിട്ടും. ഇത് ഞാൻ ചെത്തിയെടുത്തത് കൊണ്ടാണ് നീര് അങ്ങനെ ഇറങ്ങാഞ്ഞത്. തൊലി ഉരിച്ചെടുക്കുകയാണെങ്കിൽ അപ്പോഴേ നീര് കിട്ടും. ആ നീരൊക്കെ ഉപയോഗിക്കാം. കൂടെ തന്നെ ഒരു 100 ഗ്രാമോളം ശർക്കര കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശർക്കര പൊടിയാണ് ഇത്. കല്ലും അഴുക്കൊന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഒന്ന് വറ്റിച്ച് എടുക്കാം. ഈ മാങ്ങയിലെ വെള്ളം എല്ലാം വറ്റണം, നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം. അതാണ് ഇതിൻ്റെ പരുവം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. കൂടെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ മാങ്ങ കഴിക്കുമ്പം ഒരു ചെറിയ എരിവും പുളിയും മധുരവും എല്ലാം കൂടെ കലർന്ന നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഇളക്കി വറ്റിച്ച് എടുക്കുകയാണ്. അപ്പം ഒരുവിധം വറ്റി റെഡിയായി വന്നപ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക, കുറച്ച് പഞ്ചസാരയും കൂടെ മിക്സിയുടെ ജാറിൽ കൊണ്ടുപോയി പൊടിച്ചു കൊണ്ടുവന്ന് അത് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. അതും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വറ്റി വന്നപ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഇത് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യൊക്കെ അവരവരുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ 1 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് വറ്റിച്ച് എടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരെ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിലൊരു ബെല്ല് വരും. ബെല്ലിലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ താഴെ ആളെന്ന ഓപ്ഷൻ വരും. അതിലൂടെ ഒന്ന് ടച്ച് ചെയ്യണേ കൂട്ടുകാരെ. അപ്പം ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാനൊരു ചെറുനാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അത് വീണ്ടും വറ്റിച്ച് എടുക്കാം, ഒന്ന് ഇളക്കി. ഇപ്പോൾ ഏകദേശം ഇവിടെ വറ്റി എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഒട്ടും വെള്ളമൊന്നുമില്ല. ഇനി ഇത് ആറാൻ വെക്കാം. ആറിക്കഴിഞ്ഞിട്ട് ഇതൊരു ഭരണിയിലാക്കി നമ്മൾ സൂക്ഷിച്ച് വെച്ചിരുന്ന മാങ്ങയില്ലാത്തപ്പം നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനോ മാങ്ങയൊന്ന് കഴിക്കണമെന്നൊക്കെ തോന്നുമ്പോൾ ഒന്നെടുത്ത് കഴിക്കാനും ഒക്കെ നല്ലതാണ്. ഒരു പ്രാവശ്യം നിങ്ങളിങ്ങനൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്നതായിരിക്കും. മാമ്പഴം ഇല്ലാത്ത സീസണിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണമെന്നേ ഉള്ളൂ, പുറത്ത് വെച്ചേക്കരുത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്, ശുഭദിനം.